ആ അഭ്യുദയകാംക്ഷികളായ ഗുരുജനങ്ങളെ, സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ പോകുന്ന വഴിയിൽ ഒരു വയലിൻ്റെ നടുക്കാണ് നിൽക്കുന്നത്. ഇവിടുന്ന് കയറുമ്പോൾ ഹൈവേയിലേക്ക് കയറാൻ പറ്റും. വീടിനോട് ചേർന്ന് അടുത്തുള്ള വയലാണ്. വയൽ കയറി ഹൈവേയിലേക്ക് കയറി അവിടുന്ന് നമുക്ക് ബാലാരം ടച്ച് ചെയ്ത് വിഴിഞ്ഞം വഴി നമുക്ക് പാറശാലയ്ക്ക് പോകാൻ സാധിക്കും. എൻ്റെ പിന്നിൽ കാണുന്നത് നമ്മുടെ ഇവിടുത്തെ ഒരു ബാലമുരുക ക്ഷേത്രമാണ്, കോവിലാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ വയലിൽ ഏത്തവാഴ കൃഷിയും മരച്ചീനി കൃഷി, അതായത് കപ്പ കൃഷിയും എല്ലാം ഉണ്ട്. കപ്പ മാറുമ്പോൾ വാഴ നടും, വാഴ മാറുമ്പോൾ കപ്പ നടും. ഇപ്പോൾ കപ്പ വിളവെടുത്തുകൊണ്ടിരിക്കുന്നത്, ഹാർവെസ്റ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹാർവെസ്റ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള നമ്മളിവിടുന്ന് ഈ പോകുന്ന റൂട്ടിലുള്ള വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് നമുക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് പാറശാല ചെന്നിട്ട് അവിടുന്ന് ഒന്നേന്ന് നമുക്ക് എല്ലായിടത്തും ടച്ച് ചെയ്ത് പോകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവിടുന്ന് നമുക്ക് ഏതായാലും മുരുകൻ കോവിൽ ഒന്ന് കയറി അവിടെ നിന്ന് മുരുകൻ കോവിലിൽ നിന്ന് അവിടുന്ന് നേരെ ഹൈവേയിൽ കയറി. ഇപ്പോൾ നമ്മുടെ വീടിനോട് സമീപത്തുള്ള വയൽ തന്നെയാണ്. അപ്പോൾ ഇവിടുന്ന് നേരെ ഹൈവേ കയറുക. ഹൈവേയിൽ നിന്ന് ടച്ച് ചെയ്ത് നമുക്ക് അങ്ങോട്ട് പോകാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. നമുക്ക് ശരിയാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് നീങ്ങാം. നേരെ കാണുന്നതാണ് ശ്രീ ബാലമുരുക കോവിൽ എന്നും ടെമ്പിൾ എന്നും അമ്പലം എന്നൊക്കെ പറയാം. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ പ്രാദേശിക രീതിയിലാണ് പറയുന്നത്. ഇവിടെ കോവിലെന്ന് പറയും. അപ്പോൾ ഇത് മുരുകൻ കോവിലാണ്. സ്ത്രീകളിരുന്ന് ഭജനയൊക്കെ ചൊല്ലുന്നുണ്ട്. അങ്ങനെ ഇവിടെ ഒരു ആമ്പൽക്കുളമൊക്കെ ഉണ്ട്. ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട ഒരു ആമ്പൽക്കുളമൊക്കെ ഇവിടെയുണ്ട്. ഈ അമ്പലക്കുളത്തിലും ഈ ക്ഷേത്ര പരിസരത്തുമൊക്കെ സീരിയലിൻ്റെ ഷൂട്ടിങ്ങൊക്കെ നടക്കാറുണ്ട്. നമ്മുടെ ഏഷ്യാനെറ്റിലേക്ക് സീരിയലിൻ്റെയൊക്കെ ഷൂട്ടിംഗ് ഇവിടെ വന്ന് നടത്താറുണ്ട്. എപ്പോഴും ഇല്ല, എങ്കിലും 2-3 തവണ നമ്മുടെ കണ്ണിൽ പെട്ടിട്ടുണ്ട്. അങ്ങനെ കാട് പിടിച്ചതുപോലെയാണ് ഇവിടെ എല്ലാം കിടക്കുന്നത്. വയലിൻ്റെ ഓരത്തുള്ള റോഡാണിത്. അപ്പോൾ ഇവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമ്മൾ ഹൈവേയിലെത്തും. ഹൈവേ എത്തുക എന്ന് പറയുമ്പോൾ അതിന് ഹൈവേ നേരെ ചെല്ലുന്നത് നിംസിൻ്റെ, എല്ലാവർക്കും അറിയാവുന്ന നിംസ് ആശുപത്രിയുടെ ഫ്രണ്ടിലാണ് ഇത് നേരെ ചെല്ലുന്നത്. അതായത് ബാലരാമപുരത്തിനും നെയ്യാറ്റിൻകരയ്ക്കും ഇടയ്ക്ക് കറക്റ്റ് മധ്യേ ആണ് ഞാനിപ്പോൾ താമസിക്കുന്നത്. അപ്പോൾ അവിടുന്ന് ആണ് നമ്മൾ പാറശാലയിലേക്ക് പോകാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ആദ്യഘട്ടത്തിൽ തുടങ്ങി വെച്ചപ്പോൾ പനിയും ഇതൊക്കെ വന്നപ്പോൾ അങ്ങ് ബ്രേക്ക് ഡൗൺ ആയതാണ്. അപ്പോൾ പിന്നീട് ആ അസുഖത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് പലതവണയായിട്ട് വീഡിയോസൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാൻ പറ്റിയത്. അത് വളരെ കടിച്ചു പിടിച്ചുള്ള ഇതാണ്. ഇപ്പോൾ ആ തൊണ്ടയുടെയൊക്കെ പെയിനൊക്കെ കുറച്ച് മാറിയിട്ടുണ്ട്. ആ വലത് കാലിലുണ്ടായ ആ ഒരു വയ്യാഴിയൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ വലിയ കുഴപ്പം തോന്നുന്നില്ല. മറ്റത് തൊണ്ടയൊക്കെ ഇങ്ങനെ വലിച്ചു പിടിച്ച് ആകെ പ്രതിസന്ധിയായിരുന്നു. അപ്പോൾ അത്രയും സ്ട്രെയിൻ ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല. ഇവിടുന്ന് നേരെ കയറിക്കഴിഞ്ഞാൽ നമ്മൾ നിംസിലേക്കാണ് കയറുന്നത്. ഇതാണ് ഞങ്ങളുടെ റോഡ്. കണ്ട റോഡ് വികസനം ഇങ്ങനെയാണ്. ഇവിടുത്തെ റോഡ് വികസനമൊക്കെ ഇങ്ങനെയാണ്. നമ്മളുടെ മുന്നേ കൊണ്ട് ഒരു സ്കൂൾ ബസ്സാണെന്ന് തോന്നുന്നു നിർത്തി. തമിഴ്നാട് സ്കൂൾ ബസ് എന്തുവാണ്? തമിഴ്നാട് സ്കൂൾ ബസ്സല്ല, തമിഴ്നാട് ബസ്സാണ് നമ്മുടെ മുന്നേ കൊണ്ട് ചവിട്ടിയത്. അപ്പോൾ നമ്മൾ നേരെ കണ്ടത് നിംസിൽ നിന്നുള്ള സ്കൂട്ടറും കാറുമാണ് ഈ ഇറങ്ങി വരുന്നത്. കണ്ട നമ്മൾ നിംസിൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഇവിടുന്ന് കറങ്ങി നമുക്ക് പോകണ്ട. ഇതാണ് നിംസ്. കണ്ടില്ലെങ്കിൽ കണ്ടോ, ഇതാണ് നിംസ്. അപ്പോൾ തിരുവനന്തപുരം നെയ്യാറ്റിൻകര റോഡിൻ്റെ മധ്യ 1 കിലോമീറ്റർ, ബാലാടുന്ന് 1 കിലോമീറ്റർ നെയ്യാറ്റിൻകരയ്ക്ക് വരുമ്പോഴാണ് ഈ നിംസ് ആശുപത്രി ഉള്ളത്. നിംസിന് നാഗർകോവിൽ കോളേജുകളൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളി കോളേജുകളൊക്കെയാണ് അവിടെ ഉള്ളത്. ഞാനവിടെ പോയിട്ടുണ്ട്. നമുക്ക് ഒരു തവണ പോകണം. അതിനടുത്ത് ക്ഷേത്രമൊക്കെ ഉണ്ട്. ആ ക്ഷേത്രത്തിനടുത്തും പോകണം. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ പോകാൻ പോണത്
ഒരു പ്രസിദ്ധമായ ലോകപ്രസിദ്ധമായല്ല കേരളത്തിൽ പ്രസിദ്ധമായ ഒരു ഇടത്തൊക്കെയാണ് പോകുന്നത്. മാറി മാറി വരുന്ന സർക്കാരുകളൊക്കെ അമ്മാനമാടുന്ന ഒരു പ്രസ്ഥാനത്തിലേക്കാണ് നമ്മളിനി പോകാൻ പോണത്. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കതിൻ്റെ വിവരണം നിങ്ങൾക്ക് തന്നെ സ്വയം വിവരണം നടത്താവുന്നതാണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് വിവരണം നടത്തുന്നില്ല. എങ്കിലും അത് കാണിച്ചത് നമുക്ക് നമ്മുടെ റൂട്ടിലേക്ക് പോകാം. ഇവിടുന്ന് സ്ട്രെയിറ്റായി നമുക്ക് നെയ്യാറ്റിൻകര വഴി പാറശാലയ്ക്ക് പോകാം. ഇത് ഞാൻ തീരദേശ റോഡാണ് സെലക്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഉള്ള വിശേഷങ്ങളൊക്കെ പറഞ്ഞു പോകുന്നു. ഒറ്റയടിക്ക് സ്ട്രെയിറ്റായിട്ട് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ തീരദേശ റോഡ് സെലക്ട് ചെയ്തത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള കാഴ്ചകളും നമുക്ക് കണ്ടെങ്കിൽ പോകാമെന്നുള്ളതാണ്. എന്നിട്ട് പാറശാല ചെന്നിട്ട് ഒന്നിന് നമുക്ക് തുടങ്ങി വരാം. ഇവിടെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കേരള. എന്താണ് യൂണിവേഴ്സിറ്റി ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. അതേ കാണുന്നതാണ്, കണ്ടില്ലെന്ന് പറയരുത്, ഈ കാണുന്നതാണ് ഓട്ടോമൊബൈൽസ്. കണ്ടില്ലെന്ന് പറയരുത്, ഈ കാണുന്നതാണ് ഓട്ടോമൊബൈൽസ്. കേരളത്തിലെ പ്രസിദ്ധമായ ഓട്ടോമൊബൈൽസ്. മാറി മാറുന്ന സർക്കാരുകളൊക്കെ വന്ന് അമ്മാനമാടുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ കാണുന്നത്. ഈ രാഷ്ട്രീയ നേതാക്കന്മാരും എന്തിൻ്റെയൊക്കെ പെയിൻറ്റിങ് നടക്കുന്നുണ്ട്. അതാണിപ്പോൾ ഫാനൊക്കെ ഫാനൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതാണ് കേരള ഓട്ടോമൊബൈൽസ്. ഇതിങ്ങനെ 6 മോഡലുള്ള കേരള ഓട്ടോമൊബൈൽസ്. ഈ കെടുകാര്യസ്ഥത എന്ന് പറയുന്നില്ലേ, ആ കെടുകാര്യസ്ഥത എന്താണെന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്ന കേരള ഓട്ടോമൊബൈൽസ്. ഈ കേരളത്തിലെ ബ്യൂറോക്രസികൾക്കും യാതൊരുവിധ കഴിവില്ല, കഴിവുകെട്ടവന്മാരാണെന്നും മാറി മാറുന്ന രാഷ്ട്രീയ നേതാക്കന്മാരും രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും യാതൊരു ക്വാളിറ്റിയും ഇല്ല, അവർക്ക് യാതൊരുവിധ കഴിവുമില്ല, അഴിമതി നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രസ്ഥാനം മാത്രം, അതിനുവേണ്ടി മാത്രമുള്ള ഒരു സ്ഥാപനമാണ് ഈ കേരള ഓട്ടോ. ധാരാളം ഫണ്ട് ഇതിനു വേണ്ടി വിനിയോഗിക്കും. ഓരോ തവണയും കടക്കെണിയിലാകും, വീണ്ടും നമ്മുടെ സാധാരണക്കാരൻ്റെ ടാക്സ് വിനിയോഗിച്ച് വീണ്ടും അതിനെ പൊക്കിക്കൊണ്ടിരും. ഇത് മാത്രമല്ല, ഇതുപോലുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട് കേരള സർക്കാരിൻ്റെ കീഴിൽ. അതെല്ലാം കടക്കെണിയിലാണ്, എല്ലാം കെടുകാര്യസ്ഥതയിലാണ്. അപ്പോൾ അതിന് ഉദാഹരണം എന്തുവാണ്, ഇവിടുത്തെ ബ്യൂറോക്രസികൾക്ക് ഇത് നടത്തിക്കൊണ്ട് പോകാനുള്ള കഴിവുകെട്ടവരാണെന്നുള്ളത്. നേതാക്കന്മാർക്ക് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ട് ഇച്ഛാശക്തിയോടെ നടത്തിക്കൊണ്ട് പോകാനുള്ള കഴിവില്ലെന്നാണ് അതിന് നമുക്ക് തെളിവാക്കുക. കഴിവില്ലായ്മ അല്ല, പക്ഷേ അഴിമതി നടത്താൻ വേണ്ടി കുറച്ച് സ്ഥാപനങ്ങൾ അവർക്ക് വേണം. അതാണ് അതിലൊരു ഉദാഹരണമാണിത്. മകുടോ ഉദാഹരണമാണ് ചൂണ്ടിക്കുന്നത്, കഴിവുകേടിൻ്റെ മകുടോ ഉദാഹരണം. ചൈനയിലേക്കാണെങ്കിൽ ഇത് കണക്ക് നടക്കുക. ചൈനയിലൊക്കെ ഇത് കണക്ക് സർക്കാരിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങളെല്ലാം ആണ് അടിപൊളിയായിട്ട് അവിടെ വികസന പ്രവർത്തനം നല്ല ഉന്നതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതായാലും നമ്മൾ ചൈനയെ വിട്ട് നമുക്കിവിടെ ഏതെങ്കിലും ഒരു സർക്കാരിനെയോ ഏതെങ്കിലും ഒരു പാർട്ടിയെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. എല്ലാ പാർട്ടിക്കാരും ഇതിലൂടെ ജീവിച്ചു പോണവരാണ്, അഴിമതി നടത്തി ജീവിച്ചു പോണവരാണ്. അല്ലാതെ ബ്യൂറോക്രസിക്കും കഴിവുകെട്ടവരാണെന്നുള്ളത് അവരത് കൃത്യമായിട്ട് അവരുടെ എവിഡൻസാണ്, അതിൻ്റെ മകുടോദാഹരണമാണ്. അവർ കഴിവുള്ളവരാണെങ്കിൽ അത് നല്ല രീതിയിൽ നടത്തുമല്ലേ. അപ്പോൾ ബ്യൂറോക്രസിക്ക് അഴിമതി നടത്താൻ വേണ്ടിയുള്ള ഒരു സ്ഥാപനം, നേതാക്കന്മാർക്ക് അഴിമതി നടത്താൻ വേണ്ടിയുള്ള സ്ഥാപനം കൂടെ ഈ കാണുന്നത്. കണ്ടോ, ഇത് മനോഹരമായി കണ്ടോ. കേരള ഓട്ടോമൊബൈൽസ് ഹൈവേ കൂടെ പോകുമ്പോഴുള്ള ദൃശ്യമാണ് ഈ കാണുന്നത്. 2-5 മാവ് വെച്ചിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ ബോർഡും കാര്യങ്ങളൊന്നും വായിക്കാൻ പറ്റില്ല. ഓട്ടോമൊബൈൽസിൻ്റെ ഫ്രണ്ടിൽ 2 വെയിറ്റിംഗ് ഷെഡ് കാണാം, പിന്നെ ഒരു പഞ്ഞിമരം അത് കാണാം. ഇതാണ് ഗേറ്റ്, ഓട്ടോമൊബൈൽസിൻ്റെ ഗേറ്റ് ഇതാണ്. ഇത് ഇവിടെ നിന്ന് അതിനെ കാണാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. ഇവിടെ നിന്നും വലിയ ആ സൈഡിൽ നിന്നാണ് ഒന്നായിട്ട് കാണാൻ പറ്റുന്നത്, അതുകൊണ്ടാണ് അവിടെ നിന്ന് എടുത്തത്. പോകുന്ന വഴിക്ക് ഇവിടെ ഒരു പണ്ട് കാലത്ത് ഫേമസായ ഒരു ഇടമാണിത്, ഈ ആറാലുമൂട് എന്ന് പറയുന്നത്. ആറാലുമൂട് ഇത് കാളച്ചന്തയാണിത്. അപ്പോൾ കാളച്ചന്തയിൽ ഒരു ഗ്രൗണ്ടാണ്. ഇവിടെ ഇപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ഇപ്പോൾ എന്തോ ഉണ്ട്, ചെറിയ കച്ചവടമൊക്കെ ഉണ്ട് കാളച്ചന്ത. പണ്ടാണ് വളരെ ഫേമസ് ആയിട്ട് ഇത് നിറച്ച്, ഈ ഗ്രൗണ്ട് നിറച്ചും പശുവും കാളയും പോത്തിനെയൊക്കെ കൊണ്ടുവന്ന് കച്ചവടം ഉണ്ടായിരുന്ന ഒരു ഇടമാണിത്. ഇപ്പം അത്രയും ഫേമസ് ആയിട്ടൊന്നും ഇല്ല. ബട്ട് വണ്ടി റോഡിലൂടെ എല്ലാം കാളയും പോത്തിനെയും പശുവിനെയൊക്കെ നടത്തിക്കൊണ്ട് വന്ന് ഇവിടെ ഇട്ട് കച്ചവടം ചെയ്യുന്ന ഒരു രീതി പണ്ടുണ്ടായിരുന്നു. ആറാലുമൂട് എന്ന് പറയുന്നത് ഫേമസ് ആണ്. നമ്മുടെ അയ്യങ്കാളി
വില്ലുവണ്ടി സമരമൊക്കെ നടത്തിയില്ല, അതിവിടെയാണ്, ഈ പ്രദേശത്താണ്. മറ്റേ കല്ലുമാല സമരവുമായിട്ട് ബന്ധപ്പെട്ട് വില്ലുവണ്ടി സമരമൊക്കെ അയ്യങ്കാളി നടത്തിയ ഒരിടം കൂടെയാണ് ഇവിടം. ഇവിടെ ഇതിനകത്ത് നമ്മുടെ ഇവിടുത്തെ MLA എന്ന് പറയുന്ന KR ആൻസൽ MLA ആണ്. അദ്ദേഹത്തിൻ്റെ വികസന ഫണ്ട് ഉപയോഗിച്ച് ഇവിടെ ഒരു വാട്ടർ ടാങ്കും ഒരു കിണറും ഒക്കെ നിർമ്മിച്ചിട്ടുണ്ട്. അതാണ് നേരെ കാണുന്നത്. നല്ല ഇത് നേരെ കാണുന്നത്. അദ്ദേഹം കുഴപ്പമില്ലാതെ ന്യായമായ നല്ലൊരു MLA കൂടെയാണ് ഞങ്ങളുടെ MLA. അപ്പോൾ ഒരു മരം, 2 പോസ്റ്റ് ഇതെല്ലാമാണ്. അപ്പോൾ ഇവിടെ ബുധനാഴ്ച ശനിയാഴ്ച ഏതോ ഒരു ദിവസം ഇപ്പോഴും ഉണ്ട്, കാളച്ചന്ത ഉണ്ട്, ഇവിടെ പ്രവർത്തനമുണ്ട്. ബാക്കിയുള്ള ദിവസമൊക്കെ ഇവിടെ കുട്ടികളെ കളിക്കാൻ ക്രിക്കറ്റ് കളിയും ബാഡ്മിൻ്റൺ കളിയൊക്കെയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇതിവിടെ കാണിക്കാം. നമ്മുടെ പെട്ടെന്ന് അയ്യങ്കാളിയെ ഓർമ്മ വന്ന്. അപ്പോൾ അയ്യങ്കാളിയെ ഓർമ്മ വന്നപ്പോൾ വില്ലുവണ്ടി സമരമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഇനി വിശദീകരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടെ കരമന കളിയിക്കാവിള റോഡ് വികസനമായിട്ട് അത് ഇങ്ങനെ പെൻഡിങ് ആയി കിടക്കുകയായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ ബാലരാമപുരം വരെ വന്ന് നിന്നതാണ്. ഇപ്പം ഏതാനും പേർക്ക് ഇവിടെ ഫണ്ടൊക്കെ കിട്ടി റോഡ് സൈഡിലെ കടകളൊക്കെ പൊളിക്കാൻ പറ്റും. അതാണ് ഈ കാണുന്നത്. കണ്ട, റോഡ് സൈഡ് വരെ കടയുണ്ടായിരുന്നു, അതെല്ലാം ഇപ്പോൾ പൊളിച്ച് മാറ്റിക്കൊണ്ടിരിക്കുന്നു. അത് എല്ലാവർക്കും കിട്ടിയില്ല, ഏതാനും പേർക്ക് കിട്ടി. പിന്നെ അടുത്ത ഇലക്ഷൻ വരികയില്ല, ആ ഇലക്ഷനെ അതിജീവിക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നത്. കാര്യം ഇപ്പം 10-12 കൊല്ലമായിട്ട് ഇതൊക്കെ ഒരു പെങ്കൊച്ച് മട്ടം വെച്ച് 10-12 കൊല്ലമായിട്ടുണ്ട് ഇതെല്ലാം പൊളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 10-12 കൊല്ലമായിട്ട് ഒരു അനക്കമില്ല കിടന്നതാണ്. അപ്പം അതിനിപ്പോൾ ഒരു മോചനമായി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത് ഉടനെ യാഥാർത്ഥ്യമാകത്തില്ല. കാര്യം ഇപ്പം തന്നെ 10-15 കൊല്ലമായി ഈ കരമന കളിക്കാവുള്ള റോഡ് വികസനം പറഞ്ഞ് അത് തുടങ്ങി വെച്ചിട്ട്. ഇതിപ്പോൾ ഈ 50 വർഷമായാലും ഇത് കളിക്കാവള ചെന്ന് അവസാനിക്കുമോ അറിയത്തില്ല. ഇതാണ് ഇതിപ്പോൾ അടുത്ത ഇലക്ഷൻ വരികയല്ലേ. ഇലക്ഷൻ പോകുമ്പോൾ ജനങ്ങളുടെ മുമ്പിൽ കണ്ണി പൊടിയാൻ വിടാൻ വേണ്ടിയാണ് തോന്നുന്നത് ഇങ്ങനെ. ഇപ്പം ഏതാനും പേർക്ക് ഇങ്ങനെ പൈസയെ കൊടുത്ത് കട പൊളിക്കുന്നതിന്. അപ്പോൾ അത് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ കടയുണ്ടായിരുന്നതാണ്, അത് പൊളിച്ച് മാറ്റി. കോഴിക്കടയും ഓട്ടോമൊബൈൽസ് കടയൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇവിടെ ഒരു പള്ളിയുണ്ട്, ഒരു മുസ്ലിം പള്ളി ഇവിടെയുണ്ട്. അതിൻ്റെ അവസ്ഥ എന്താകുമോ എന്തോന്ന് അറിയില്ല. പിന്നെ തൊട്ടപ്പുറത്തൊരു തൈക്കാപ്പള്ളിയുണ്ട്. അപ്പോൾ അതൊക്കെ പൊളിക്കവില്ലെന്ന് അറിയത്തില്ല. അപ്പോൾ അതിനെയൊക്കെ ഒഴിവാക്കിയിട്ടായിരിക്കും മിക്കവാറും റോഡ് വികസനം വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെയൊക്കെ നിറച്ച പൊടിയാണ്, പൊളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ പൊടികളാണ് നിറച്ച് ഇവിടെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. JCB വന്ന് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ 2 സൈഡിലായിട്ടാണ്. ഇവിടെ നടുക്കത്തെ കുറച്ച് സ്ഥലം നിർത്തിക്കൊണ്ട് ഇരുഭാഗത്തൂടെ ആണ് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ അപ്പോൾ പൈസ കിട്ടിയവർ അവരവരെ പൊളിച്ച് കട്ടയും മണ്ണും സഹിതം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കേതായാലും മുന്നോട്ട് പോകാം. നമ്മളിപ്പം ബാലാരം ജംഗ്ഷനിലെത്തി, ഏകദേശം കൂടെ ഉള്ളു. അപ്പോൾ ഇവിടെ നിന്ന് തൈക്കാപ്പള്ളി ഉണ്ട്, തൈക്കാപ്പള്ളി. ഇതിനെല്ലാം ഒഴിവാക്കിക്കൊണ്ടായിരിക്കും മിക്കവാറും റോഡ് വികസനം വരുന്നതെന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഈ കലക്കച്ചവടം ഒക്കെ എല്ലാം ഇവിടെ കൂടുതൽ സ്ഥലം ഇവിടുന്ന് പോയി ലെഫ്റ്റ് സൈഡ് പള്ളി ഒഴിവാക്കി, തൈക്കാപ്പള്ളി ഒഴിവാക്കിയിട്ടാണെങ്കിൽ ഇവിടുന്ന് കൂടുതൽ പോകും ഇടത് സൈഡിൽ നിന്ന്. ഇവിടെ നിന്നും മെയിനായിട്ടുള്ളതെന്ന് പറയുന്നത് ഇപ്പോൾ ഇതാണ് ബാലാരം ജംഗ്ഷനിലേക്കാണ് പോകുന്നത്. ഇവിടെ നിന്നും ഒരു ബിൽഡിങ്ങും പൊളിച്ചിട്ടില്ല. 1-2 സ്ഥലത്ത് നേരത്തെ അവർക്ക് പൈസ കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഇവിടെ ഒരു പെട്രോൾ പമ്പ് കാണുന്നില്ല, ഈ റൈറ്റ് സൈഡ് കാണുന്ന പെട്രോൾ പമ്പായിരുന്നു, അവരൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ അന്വേഷണത്തിൽ, പ്രാഥമികമായ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ സാധിച്ച ഏതാനും പേർക്ക് കിട്ടി. അവരാണ് ഇപ്പോൾ പൊളിച്ച് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബാലാരം ജംഗ്ഷനിൽ അങ്ങനെ ഒരു അനക്കവുമില്ല. പഴയ 1-2 ബിൽഡിങ് അവർ പൊളിച്ചെന്നുള്ളതല്ലാതെ തോന്നുന്നു. അപ്പം നമ്മളിവിടെ പലരോടും ചോദിച്ചപ്പോൾ ചിലർക്ക് മാത്രമാണ് കിട്ടിയത്. അപ്പോൾ പിന്നെ അടുത്ത ഇലക്ഷൻ, ലോക്കൽ ബോർഡ് ഇലക്ഷനും നിയമസഭാ ഇലക്ഷനൊക്കെ എല്ലാം വരികയല്ലേ. അപ്പോൾ അതിനോടനുബന്ധിച്ച് ജനങ്ങളുടെ എതിർ പാർട്ടികളൊക്കെ ചോദിക്കുമ്പോൾ അതിന് മറുപടി കൊടുക്കണ്ടേ. അതുകൊണ്ടാണ് നമ്മൾ കറക്റ്റ് ബാലാരം ജംഗ്ഷനെത്തി. ഒന്നും പൊളിച്ചിട്ടില്ല. ഇവിടെ തന്നെയാണ് മേൽപ്പാലം വേണം, കീഴ്പ്പാലം വേണമെന്നും പറഞ്ഞ് കിപ്പി ഒരു 100 പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ 10 കൊല്ലത്തിനുള്ളിൽ 100 പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതേവരെ ഇത് മേൽപ്പാലം വേണോ കീഴ്പ്പാലം വേണോ ഏത് പാലം വേണോ ഒന്നും ഇതുവരെ ഒരു ഇതായിട്ടില്ല.
അങ്ങനെ നമ്മൾ ബാലാരം ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ബാലാരം ജംഗ്ഷൻ. ഇവിടുന്ന് താഴോട്ടെന്ന് പറയുന്നത് നേരെ താഴെ കാണുന്നതെന്ന് പറയുന്നത് കൊടിനട എന്ന് പറയുന്നൊരു സ്ഥലമാണ്. നമുക്ക് കൊടിനടയിൽ നിന്ന് യൂ ടേൺ എടുക്കാം. ഇങ്ങോട്ട് കൊടിനടയിൽ നിന്ന് യൂ ടേൺ എടുത്ത് അപ്പോൾ ഈ റോഡ് നിർമ്മിച്ചതെന്ന് വെച്ചാൽ ഊരാളുങ്കൽ സൊസൈറ്റിയാണ് ഈ റോഡ് നിർമ്മിച്ചത്. ഊരാളുങ്കൽ സൊസൈറ്റി ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാലും ജസ്റ്റ് പറയാം. അതായത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അണ്ടറിലുള്ളതാണ് ഈ ഊരാളുങ്കൽ സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അവരാണ് ഈ ഇതുവരെയുള്ള കൊടിനട വരെയുള്ള ഈ കരമന കളിക്കാവുള്ള റോഡ് നിർമ്മിച്ചത് അവരാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മളിപ്പോൾ യൂ ടേൺ എടുത്തിരിക്കുകയാണ്. ഈ കൊടിനടയിൽ നിന്ന് നമ്മളിപ്പോൾ യൂ ടേൺ എടുത്ത് വീണ്ടും ബാലാരം ജംഗ്ഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് വൃത്തിയാണ്. അപ്പോൾ ഇതിപ്പോൾ ഊരാളുങ്കൽ സൊസൈറ്റിയാണ് ഈ റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ 5-10 കൊല്ലമായിട്ട് ഇതിങ്ങനെ വെറുതെ കിടക്കുകയാണ്. ഇപ്പോഴാണ് ചെറുതായിട്ട് അനക്കം വന്നിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ നേരത്തെ തന്നെ ഈ റോഡിൻ്റെ നിർമ്മാണം ചെയ്തിരുന്നെങ്കിൽ അത് ഊരാളുങ്കൽ സൊസൈറ്റി ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി തന്നെയല്ലേ ഭരിക്കുന്നത്. ഊരാളുങ്കൽ സൊസൈറ്റിക്ക് തന്നെയല്ലേ അതിൻ്റെ നേട്ടം ഉണ്ടാകുന്നത്. എന്നിട്ട് പോലും ഈ 5-10 കൊല്ലമായിട്ട് ഇതൊന്ന് തുടങ്ങി വയ്ക്കുന്നതിന് സാധിച്ചില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പരമാർത്ഥം. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ അതും ആ കിഫ്ബിയുടെ ഫണ്ടും ഇതെല്ലാം ഉണ്ടായിരുന്ന നല്ല രീതിയിലൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ് ഇതിൻ്റെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിലും രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് ഈ നമുക്ക് ഇവിടുത്തെ ഇടത്തോട്ട് തിരിഞ്ഞിട്ട് വരാം. ഇടത്തോട്ട് തിരിഞ്ഞിട്ട് ഇവിടെ എവിടെയെങ്കിലും നമുക്ക് വണ്ടി ഒന്ന് വെക്കണം, എന്നിട്ട് കാര്യം പറയാം. അതിൻ്റെ ഇടയ്ക്ക് സ്റ്റോപ്പായപ്പോൾ ഒരു ഭയങ്കര തിരക്കുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ കാട്ടാക്കട റോഡിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നമുക്ക് യൂ ടേൺ എടുത്ത് തിരിച്ചു വരാം. യൂ ടേൺ എടുത്ത് തിരിച്ചു വരാം. ഇപ്പോൾ നേരെ നമ്മളിപ്പോൾ പോകുന്ന വിഴിഞ്ഞം റോഡിലേക്കുള്ള റോഡിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നേരെ പോയ വിഴിഞ്ഞമാണ്. നമ്മളെ കയ്യാട്ട് വിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നേരെ ഇവിടെ പോകാം. ഇവിടെ എവിടെയെങ്കിലും ബൈക്ക് സ്കൂട്ടർ ഇവിടെ എവിടെയെങ്കിലും വയ്ക്കാം. സ്കൂട്ടർ ഇവിടെ വെച്ചിട്ട് ചെറിയൊരു മഴക്കോള് വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് പൊളിക്കും നാളെ പൊളിക്കും എന്നും പറഞ്ഞ് ഇവിടെ എല്ലാം കിടക്കുകയാണ്. വർഷങ്ങളായിട്ട് ഇതൊന്നും ഈ ബിൽഡിംഗ് എല്ലാം ഇങ്ങനെ പഴയ കിടക്കുകയാണ്. എല്ലാം കാട് കയറി എല്ലാം കിടക്കുകയാണ്. അപ്പോൾ ഇന്ന് പൊളിക്കുന്ന നാളെ പൊളിക്കുന്ന വർഷങ്ങളായിട്ട് ഇങ്ങനെ ഉണ്ട്. അപ്പം ഇതിൽ പറയാൻ കഴിച്ചു കഴിഞ്ഞാൽ ഊരാളുങ്കൽ സൊസൈറ്റിയാണ് ഇതുവരെയുള്ള റോഡെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം മാർക്സിസ്റ്റ് പാർട്ടിക്ക് തന്നെയല്ലേ ഗുണം കിട്ടുന്നത്. അപ്പം അങ്ങനെ സ്ഥാനത്ത് പോലും അതേ പാർട്ടി തന്നെ ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഇപ്പോൾ ഈ 10 കൊല്ലമായിട്ട് ഇതിനൊരു തുടർ നിർമ്മാണ പ്രവർത്തനം ഉണ്ടായില്ല എന്നുള്ളത് പരമാർത്ഥമാണ്. അപ്പം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഖജനാവ് കാലിയായതുകൊണ്ടാണെന്നുള്ള കാര്യം അറിയാം. അതായത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ കിഫ്ബിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തതാണ്. അപ്പോൾ അന്ന് ഇവിടെ മേൽപ്പാലവും കീഴ്പ്പാലം വേണം മേൽപ്പാലം വേണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് തർക്കങ്ങളും ബഹളങ്ങളൊക്കെ ഉണ്ടായതാണ്. കാര്യം ഇവിടെ ഒരുപാട് ഡിസ്ട്രിബ്യൂട്ടേഴ്സും വ്യാപാര വ്യവസായങ്ങളൊക്കെ ഒരുപാട് ഉള്ള സ്ഥലമാണ്. തിരുവനന്തപുരം ചാല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വ്യാപാരം ഇവിടെ ഉള്ളതാണ്. തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ ഡിസ്ട്രിബ്യൂട്ടർമാർ ഇവിടെയാണ് ഉള്ളത്. ഒട്ടുമിക്ക ട്രേഡുകളുടെയും ഡിസ്ട്രിബ്യൂട്ടർമാർ ഈ ബാലരാമപുരത്താണ് ഉള്ളത്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഇവിടെ മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് എത്രയും പെട്ടെന്ന് വികസനം ഉണ്ടാകേണ്ട ഒരു സ്ഥലമാണ്. ഇപ്പം വിഴിഞ്ഞം പോർട്ട് വന്നില്ലെങ്കിൽ പോലും അടിയന്തര പ്രാധാന്യത്തോടെ വികസിക്കേണ്ട ഒരു റോഡാണ് ഈ കരമന കളിക്കാവുള്ള റോഡ്. അത് ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ തുടങ്ങി വെച്ചതാണെങ്കിൽ ഇവിടെ വന്നങ്ങ് സ്റ്റോപ്പായിപ്പോയി. അപ്പോൾ ഇനി ഇവിടുന്ന് ഇപ്പോൾ ഏതാനും ഇരുവശത്തുള്ള ഏതാനും ബിൽഡിങ്ങുകാർക്ക് പൈസ കൊടുത്തിട്ടുണ്ട്. അവർ പൊളിച്ചു മാറ്റുന്നുണ്ട്. അപ്പം ഇതിപ്പോൾ എനിക്ക് തോന്നുന്നത് നിയമസഭാ ഇലക്ഷനൊക്കെ വരുന്നില്ല അടുത്ത വർഷം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി പ്രതിപക്ഷത്തിൻ്റെ വായടപ്പിക്കാൻ വേണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വെക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും അടുത്ത സർക്കാർ ആര് വരുന്നോ അവർ ഇതിൻ്റെ ഈ റോഡ് നിർമ്മാണം കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളതെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ കാര്യം ഖജനാവ് പൈസയില്ല, ധനവിനിയോഗം കറക്റ്റായിട്ട് ധനവിനിയോഗം ചെയ്യാൻ അറിയാൻ പാടാത്ത ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ കാപ്പക്സിൻ്റെ ഇപ്പോൾ ഒരു 50,000 കോടി കേന്ദ്ര സർക്കാർ പലിശരഹിതമായ ഒരു പൈസയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മിമിക്രി കാണിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഈ റോഡ് വികസനത്തിന് തുടക്കമിടാൻ പറ്റിയത് പറയാം. അത്രയൊക്കെ ഉള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ
ഹിബി ഇതിൻ്റെ കണക്കിലൊന്നും ഏർപ്പെടുത്താതെ അതിന് ധാരാളം ഫണ്ടൊക്കെ സ്വീകരിച്ച് അങ്ങനെയാണ് റോഡ് വികസനം മറ്റ് വികസനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ CAG അത് കണ്ടുപിടിക്കുകയും അതിൻ്റെ ബാധ്യത കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ഒക്കെ ഏൽക്കേണ്ട ബാധ്യത അതിനകത്ത് എഴുതി വച്ചിട്ടുള്ളത് കൊണ്ടാണ് അത് ഈ CAG അത് കണക്കിൽ ഉൾപ്പെടുത്തിയപ്പോഴാണ് ആ ഫണ്ട് അധികം തുടർന്ന് ഫണ്ട് അധികം വാങ്ങിക്കാൻ പറ്റാതെ കടമെടുക്കാൻ പറ്റാത്ത ഒരു അവസരം വന്നത്. ഇപ്പം തന്നെ 3.5 ലക്ഷം കോടിയോളം ഇപ്പോൾ കടമെടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ തിരിച്ചടവ് എത്ര കടം കെട്ടിയാലും അത് തിരിച്ചടക്കാൻ മാത്രമേ തികഞ്ഞുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോൾ നടക്കാൻ മന്ദഗതിയിലായത്. ഏതായാലും ഇത് കണ്ട ഇപ്പോൾ ഇതിനൊക്കെ തിരക്കാണ്, ഭയങ്കര തിരക്കാണ്, ഇവിടെ എല്ലാം ഭയങ്കര തിരക്കാണ്. അപ്പോൾ റോഡ് വികസനമൊക്കെ വന്നാലേ റോഡ് വികസനമൊക്കെ വന്നാലേ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകത്തുള്ളൂ. അപ്പം നല്ലൊരു മഴയും കാട്ടാക്കട ജംഗ്ഷൻ അങ്ങോട്ട് നോക്കുമ്പോൾ നല്ല മഴക്കാറുമൊക്കെ കാണുന്നുണ്ട്, കണ്ടോ, നല്ല മഴക്കാറുമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പം ഇങ്ങനെയാണെങ്കിലും ഇത് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഭയങ്കര തിരക്ക്, ഇവിടെ വണ്ടിയെല്ലാം ബ്ലോക്കാവും. ഇതൊരു നെയ്യാറ്റിൻകരയ്ക്ക് അപ്പുറത്ത് വരെയൊക്കെ ഈ റോഡ് വികസനം വന്നു കഴിഞ്ഞാൽ കുറച്ച് ശാശ്വതപരമായ ഒരു അവസ്ഥ ഉണ്ടാകും. അപ്പോൾ ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ ഈ ഭയങ്കര തിരക്കുള്ള സ്ഥലം കൂടിയാണ്. അപ്പോൾ ഇവിടെ മേൽപ്പാലവും അടിപ്പാതയെന്നൊക്കെ പറഞ്ഞ് പദ്ധതിയൊക്കെ ഇട്ട് ഹിബി ഒരു 100 തവണ ഇവിടെ പഠനം നടത്തിയിട്ട് ഒന്നും അതിനൊരു ശാശ്വതപരമായ ഒരു പരിഹാരം ഉണ്ടായില്ല. ഇനിയിപ്പോൾ അടുത്ത നിയമസഭാ ഇലക്ഷനൊക്കെ വരുമ്പോൾ പ്രതിപക്ഷത്തിൻ്റെ വായടക്കണ്ടേ, പൊതുജനത്തിൻ്റെ വായടക്കണ്ടേ. അപ്പോൾ അതൊക്കെ കൊണ്ട് ഇവിടെ തീർച്ചയായിട്ടും കുറച്ചെങ്കിലും ബിൽഡിങ്ങുകളൊക്കെ പൊളിക്കുന്ന കണ്ടാൽ കുറച്ചെങ്കിലും അതിന് ഒരു സർക്കാരിന് പ്രതികരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് സാഹചര്യം ഒരുങ്ങത്തുള്ളതുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, വിഴിഞ്ഞം പദ്ധതി ഒരു വലിയ പദ്ധതിയാണ്, വിഴിഞ്ഞം പോർട്ടൊക്കെ ഒരു വലിയ പദ്ധതിയാണ്. അപ്പോൾ അതിനേക്കാളും അടിയന്തര പ്രാധാന്യമുള്ള റോഡ് തന്നെയാണ് ഇത്. അത് ഉമ്മൻചാണ്ടി തന്നെ അത് തുടങ്ങി വെച്ചത് അത്രയും പ്രാധാന്യമുള്ളതുകൊണ്ടാണ്. അപ്പോൾ അവിടുന്ന് ഇവിടെ വന്നപ്പോൾ അത് ബ്രേക്കായി. അപ്പോൾ ഞാനിത് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അത്ര അടിയന്തര പ്രാധാന്യമുള്ള റോഡ് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഇതിനോട് ചേർന്നാണ് വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടറിംഗ് റോഡുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 11 വില്ലേജുകളിൽ നിന്നായിട്ട് ജനങ്ങളിൽ നിന്ന് ഡോക്യുമെൻറ്റ്സ് എല്ലാം വാങ്ങിച്ച് വെച്ചിട്ട് അവിടെ 15 ദിവസത്തിനുള്ളിൽ പൈസ കിട്ടുമെന്ന് പറഞ്ഞ് ഡോക്യുമെൻറ്റ്സ് എല്ലാം വാങ്ങിച്ച് അവിടുത്തെ വെച്ചിട്ട് ഇപ്പോൾ 1.5 വർഷത്തിൽ കൂടുതലായി. ആ പാവങ്ങൾ പലിശയ്ക്കും പണയമൊക്കെ വെച്ച് ബാങ്കിലിരുന്ന് ഡോക്യുമെൻറ്റ്സ് എല്ലാം എടുത്ത് സർക്കാരിനെ ഏൽപ്പിച്ചിട്ട് ഇപ്പോൾ 1.5 കൊല്ലം അവരിപ്പോൾ സമരസമിതിയൊക്കെ ഉണ്ടാക്കി സമരം എല്ലാം ചെയ്ത് ഇങ്ങനെ നടക്കുക, ആത്മഹത്യാ ഭീഷണിയൊക്കെ ആയിട്ട് ഇങ്ങനെ ആകെ ദുരിതത്തിലാണ് അവർ. അപ്പോൾ അവരുടെയെങ്കിലും ഈ ക്യാപെക്സിൻ്റെ ഫണ്ട് കിട്ടുമ്പോൾ അവരുടെയെങ്കിലും ഫണ്ട് കൊടുക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ പിന്നെ ഇത് എന്തൊക്കെ ഓർത്ത കാര്യങ്ങളൊക്കെ ഇവിടം വരെ വന്നപ്പോൾ ഓർത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞത്, പ്രത്യേകിച്ച് നമ്മളൊരു സ്റ്റഡി ചെയ്തിട്ടില്ല. നമ്മുടെ ഈ കറണ്ട് അഫയേഴ്സൊക്കെ കൊണ്ട് നമ്മൾ ആ ഓർത്ത കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പം യഥാർത്ഥത്തിൽ ഈ റോഡ് നിർമ്മാണം എത്രയും നേരത്തെ തന്നെ പോകേണ്ടതാണ്. അതും നമ്മുടെ ഹൈവേ NH47 എന്ന് പറയുന്ന 45 മീറ്ററാണ് പണ്ട് തന്നെ ഉള്ള ആ ഒരു വീതി എന്ന് പറയുന്നത്. അത് ഇവിടെ അന്ന് പ്രതിപക്ഷമായിട്ടിരുന്ന സമയത്ത്, മാർക്സ് പാർട്ടിയൊക്കെ പ്രതിപക്ഷമായിട്ടിരുന്ന സമയത്താണ് അതിനെ സമരം ചെയ്ത് കച്ചവടക്കാരും എല്ലാവരുമായിട്ടൊക്കെ സമരം ചെയ്ത് അതിന് 30 മുതൽ 2 മീറ്ററാക്കി അങ്ങനെ ചുരുക്കിയതാണ്. അതാണ് ഇവിടെ വന്ന് ഇപ്പോൾ അവസാനം ഈ കൊടികട എന്ന് പറയുന്ന ഇവിടെ വന്ന് അവസാനിച്ചിരിക്കുന്നത്. ഇനി ഇവിടുന്ന് കളിക്കാനുള്ളവർ പോകണം. ഇവിടം വരെ വന്നപ്പോൾ തന്നെ 10-15 കൊല്ലമായെന്നുള്ളവർക്ക് ഇനി ഇവിടുന്ന് കളിക്കാനുള്ളവർക്ക് പോകുമ്പോൾ എത്ര കിലോമീറ്റർ കിടക്കുന്നു, അതിനിപ്പോൾ എത്ര കൊല്ലം 50 കൊല്ലമായാലും പൂർത്തിയാകുമെന്ന് നമുക്കൊരു വിശ്വാസമില്ല. അല്ലെങ്കിൽ അത് കണക്ക് ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാരൊക്കെ വന്നാൽ മാത്രമേ ഇതൊക്കെ നടപ്പിലാകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇച്ഛാശക്തിയും ദീർഘവീക്ഷണമൊക്കെ വേണം. കാര്യം ഇപ്പോൾ പണ്ട് ഒരു വീട്ടിൽ ഒരു സ്കൂട്ടറോ ഒരു കാറോ ഉണ്ടെന്ന് ഉള്ള കാലഘട്ടമാണ്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ഒരു വീട്ടിൽ 4 പേരുണ്ട്, 4 പേർക്കും കാറ് അല്ലെങ്കിൽ 4 പേർക്കും സ്കൂട്ടർ, അതുപോലെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 30 മീറ്റർ 35 മീറ്റർ യഥാർത്ഥത്തിൽ പോരാ. ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ എന്ന് പറയുന്നത് 40 മീറ്റർ ആണെങ്കിലും 45 മീറ്റർ ആണെങ്കിലും അതും പോരാ. പണ്ട് നമ്മുടെ കുഞ്ഞാലിക്കുട്ടി ഈ വ്യവസായ മന്ത്രിയും ഇത് പൊതുമരാമത്ത് മന്ത്രിയൊക്കെ ആയിട്ടിരുന്ന സമയത്ത് 100 മീറ്റർ വീതിയുള്ള റോഡ് നിർമ്മാണത്തെക്കുറിച്ചൊക്കെ അന്ന് പദ്ധതി ഇട്ടാണ്. അന്ന് അതിനെക്കുറിച്ച് വലിയ പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടായതാണ്. യഥാർത്ഥത്തിൽ
ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ട 100 മീറ്റർ 125 മീറ്റർ ആയാലും കുഴപ്പമില്ല, അത്രയും വീതിയുള്ള റോഡുകളാണ് ഒരു ദീർഘവീക്ഷണത്തോടെ ഒരു ഇച്ഛാശക്തിയോടെ നമുക്കൊരു ഡെവലപ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഈ അടിപ്പാത മേൽപ്പാത എന്നൊക്കെ പറഞ്ഞ് തർക്കിച്ച് അങ്ങനെ ഇട്ടിരിക്കുകയായിരുന്നു. അത് യഥാർത്ഥത്തിൽ അടിപ്പാതയും മേൽപ്പാതയും ഇല്ലാതാണ് തൽക്കാലത്തേക്ക് മാക്സിമം ഇവിടെ ഈ ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ 30.2 മീറ്റർ എടുക്കാതെ അതിൻ്റെ 4 വീതിയിലൊക്കെ ചുറ്റും എടുത്തിട്ട് തൽക്കാലം റോഡ് വികസനം ചെയ്ത് പോകാൻ പറ്റും. അതിനുശേഷം മേൽപ്പാതം വേണോ അടിപ്പാത വേണോ എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാവുന്നതാണ്. ഇപ്പോൾ ചാക്കയിലൊക്കെ അങ്ങനെയൊക്കെ തന്നെയല്ലേ ചെയ്യുന്നത്. ചാക്കയിലൊക്കെ ഇപ്പോഴല്ലേ മേൽപ്പാലം വേണം. മുമ്പുണ്ടായിരുന്ന മേൽപ്പാലത്തിന് മുമ്പുണ്ടായിരുന്ന റോഡിന് മുകളിലേക്ക് മേൽപ്പാലം വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇവിടെയൊക്കെ ചെയ്യാവുന്ന കാര്യമാണ്. അപ്പോൾ ഇച്ഛാശക്തിയോടെ ദീർഘവീക്ഷണത്തോടെയൊക്കെ ഇതുപോലുള്ള റോഡ് അടിസ്ഥാന വികസന പ്രവർത്തനങ്ങളൊക്കെ അത് 1 കൊല്ലത്തേക്ക് 5 കൊല്ലത്തേക്ക് വേണ്ടിയൊന്നും അല്ല ചെയ്യേണ്ടത്. ഇപ്പോൾ തന്നെ ഇവിടുന്ന് ഈ ബാലാരം മുതൽ തിരുവനന്തപുരം വരെ ഇപ്പോൾ ഈ 4 വരി പാത എന്ന് പറയുന്നത് 30.2 മീറ്ററാണ്. ഇത് ഇപ്പോൾ ചെന്ന് നോക്കിയാൽ ഈ 4 മണി സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലായിടത്തും ബ്ലോക്കാണ്. അപ്പം യഥാർത്ഥത്തിൽ 45 മീറ്റർ കിട്ടിയാലും 45 മീറ്റർ ഉണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ വാഹനങ്ങളുടെ തിരക്കനുസരിച്ച് പറ്റാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ ഏതായാലും നമ്മളിപ്പോൾ കണ്ട വാഹനങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പിള്ളേരൊക്കെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള കാലഘട്ടത്തിലെങ്കിലും നമ്മുടെ വാഹനപ്പെരുപ്പത്തിനനുസരിച്ച് ഉള്ള റോഡ് വികസനം അടിസ്ഥാന വികസനങ്ങളൊക്കെ ആണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ വരാൻ പോകണം ഇതുപോലുള്ള പ്രതിസന്ധികളൊക്കെ ഇനിയും വരും. ഇനി ഇവിടുന്ന് കളിക്ക് വരെയുള്ള റോഡെങ്കിലും 45 മീറ്ററിലേക്ക് വികസിപ്പിച്ചിരുന്നെങ്കിൽ വളരെ നല്ലതാണെന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള അഭിപ്രായം. അല്ല, അത്രയ്ക്ക് വാഹനപ്പെരുപ്പമാണ്. മാത്രമല്ല ഈ വാഹനങ്ങളുള്ള കമ്പനിക്കാർ ഇതുപോലുള്ള കാര്യങ്ങൾ ഈ റോഡ് വികസനമായിട്ടുള്ള കാര്യങ്ങൾക്ക് സർക്കാരിനെ സമീപിക്കണം. ഇങ്ങനെ കൺജക്ഷനായിട്ടുള്ള റോഡുകളൊന്നും യഥാർത്ഥത്തിൽ ഇനിയുള്ള കാലഘട്ടത്തിൽ പറ്റില്ല. അത് ഓട്ടോമൊബൈൽസ് മേഖലയെ തന്നെ ഇത് ശരിക്കും ബാധിക്കും. വാഹനം എടുത്തു കഴിഞ്ഞാൽ അത് ഓടിക്കാൻ പറ്റേണ്ടതേ മര്യാദയ്ക്ക്. അങ്ങനെ മര്യാദയ്ക്ക് ഓടിക്കാൻ പറ്റുന്ന റോഡല്ല ഇപ്പോഴും ഈ 32 മീറ്റർ എന്ന് പറയുന്ന ഈ 30.2 മീറ്റർ എന്ന് പറയുന്നത് മര്യാദയ്ക്ക് വാഹനം ഓടിക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ അല്ല ഇപ്പോഴും. കാരണം അതിന് മാത്രം വാഹനപ്പെരുപ്പാണ് ഉള്ളത്. അപ്പം നമ്മൾ ആ കാലഘട്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ 25 കൊല്ലമെങ്കിലും മുന്നോട്ട് കണ്ടുകൊണ്ടുള്ള റോഡ് വികസനം അടിസ്ഥാന വികസനങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത്. ഇനിയുള്ളതെങ്കിലും അങ്ങനെയെങ്കിലും ചെയ്താൽ ഇനി വരുന്ന സർക്കാർ അല്ല ഇനി വരുന്നവരെങ്കിലും ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരു ദീർഘവീക്ഷണത്തോടെ ഇച്ഛാശക്തിയോടെയൊക്കെ റോഡ് വികസനം അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ചെയ്യണമെന്നുള്ള അഭ്യർത്ഥനയോടെ ഏതായാലും ഈ വൈകിയ വേളയിലാണേലും ഈ സർക്കാരിന് ഇവിടുത്തെ റോഡ് വികസനം ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷം. ഏതായാലും ഇനിയൊരു 1 വർഷം കൂടെ ഉണ്ട് ഉണർന്ന് പ്രവർത്തിക്കുക സർക്കാരും പാർട്ടിയും എന്നുള്ളത്. നമുക്ക് അപ്പോൾ ഉണർന്ന് പ്രവർത്തിക്കുക എന്നുള്ള പാർട്ടിയും സർക്കാരും ഉണർന്ന് പ്രവർത്തിക്കുക. ഇനി 1 വർഷം കൂടെ ഉണ്ട് അടുത്ത നിയമസഭാ ഇലക്ഷൻ. അതിനു മുമ്പായിട്ട് പാർട്ടിയും സർക്കാരും ഒക്കെ ഉണർന്ന് പ്രവർത്തിച്ച് നല്ല രീതിയിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് കാര്യം. നമുക്ക് പേഴ്സണലി പറഞ്ഞു കഴിഞ്ഞാൽ കക്ഷി രാഷ്ട്രീയമില്ല. അതുകൊണ്ട് തന്നെ സർക്കാരിനെ സർക്കാരിൻ്റെ പോരായ്മകൾ നമ്മൾ ചിലപ്പോൾ വിമർശിച്ചെന്ന് വരാം. പക്ഷേ പാർട്ടി കാര്യം ചെയ്യപ്പോൾ തന്നെ ബൂത്ത് തലം മുതൽ ജില്ലാ തലം വരെ മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയാൻ നല്ല ജനങ്ങളുമായിട്ട് ഇഴുകിച്ചേർന്ന് നല്ല പ്രവർത്തനം ചെയ്യുന്ന ഒരു പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി. ഇവിടെ നമുക്ക് നിലനിൽക്കേണ്ട ഒരു പ്രസ്ഥാനം തന്നെയാണ്. പക്ഷേ മന്ത്രിതലത്തിലേക്ക് വരുമ്പോഴും അല്ലെങ്കിൽ MLA MP മന്ത്രിതലത്തിലേക്ക് വരുമ്പോഴും അവരുടെ വാക്ക് പ്രവൃത്തി ഒന്നും അത്ര ശാശ്വതപരമായ രീതിയിൽ അല്ലെങ്കിൽ ജനങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷനായ രീതിയിലോ തൃപ്തിയേറുന്ന രീതിയിലോ ഒക്കെ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്വസ്റ്റ്യൻ മാർക്കായിട്ട് കിടക്കണം. ഏതായാലും നന്ദി, നമസ്കാരം. നമുക്ക് നാളെ കാണാം. നമുക്ക് ഇവിടുന്ന് നാളെ മുടവാർപ്പാറ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ ഒരു തുരങ്കപാതയുണ്ട്. നിലവിൽ ഈ ബാലനഗരത്ത് ഒരു തുരങ്കപാതയുണ്ട്. 200 മീറ്റർ നീളത്തിലും 20 മീറ്റർ താഴ്ചയിലുള്ള തുരങ്കപാതയുണ്ട്. അപ്പോൾ വിഴിഞ്ഞം ആ തുരങ്കപാതയുടെ ഇടത് സൈഡിലാണ് സിഗ്നൽ സ്റ്റേഷനും യാർഡും എല്ലാം വരുന്നത് അവിടെയാണ്. അപ്പോൾ നാളെ നമുക്ക് അങ്ങോട്ട് പോകാം. ശരി എന്നാൽ ഓക്കെ.